നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. തുടർച്ചയായി 2 ദിവസത്തെ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷം ഇന്നലെ നമ്മുടെ മാർക്കറ്റിന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുവാൻ സാധിച്ചു. ഇന്നലെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി മൂലം ഹെവി വോൾട്ടൈൽ ആയിരുന്നു മാർക്കറ്റ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായി ക്ലോസ് ചെയ്യാൻ മെയിൻ കാരണങ്ങൾ, ആദ്യത്തേത് പ്രധാനമായും US ഫെഡറൽ കോർട്ട് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളെ എതിർത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളും ഏഷ്യൻ മാർക്കറ്റിലെ പോസിറ്റീവ് ന്യൂസ് ഒക്കെയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 884.03 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4286.50 കോടി രൂപയുടെ ബൈ നടത്തി. IMFന്റെ കാഴ്ചപ്പാട് പ്രകാരം 2027 ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രമായി മാറുമെന്ന്. ഇന്ത്യ വിക്സ് ഇന്നലെ 8.88% ഇടിഞ്ഞ് 16.42 എന്ന ലെവലിലേക്ക് എത്തി. തന്മൂലം തന്നെ നമുക്ക് ഇന്നലെ കാണുവാൻ സാധിക്കും, നമ്മുടെ പ്രീമിയത്തില് ഹ്യൂജ് ഫോളുകൾ കാണുവാൻ സാധിച്ചു. എസ്പെഷ്യലി പുട്ട് സൈഡിലേക്കുള്ള പ്രീമിയം ഒക്കെ അതിഭീകരമായി മെൽറ്റായി പോയി. ഇന്നലെയും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 10 പൈസയുടെ വീഴ്ച രേഖപ്പെടുത്തിക്കൊണ്ട് 85.48 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി FIIസിന്റെ ഫ്യൂച്ചറിലുള്ള പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ ബുധനാഴ്ചയിൽ നിന്നും വ്യാഴാഴ്ചയിലേക്ക് സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച 78,987 കോടി രൂപയായിരുന്നു. വ്യാഴാഴ്ചയിൽ അവർ 77,963 കോടി രൂപ എന്ന പൊസിഷനിലേക്ക് ആയിട്ട് ഷോർട്ട് പൊസിഷൻ കുറച്ചു. ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള കുറവ്. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിഫ്റ്റി നമ്മൾ കണ്ടു, ഈ ലാസ്റ്റ് 2 ട്രേഡിംഗ് സെക്ഷനിലും 24,700 എന്ന റേഞ്ച് നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിഫ്റ്റി 24,670 എന്ന ലെവലിൽ നിന്ന് ഇൻട്രാഡേ ബേസിസിൽ സപ്പോർട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ 24,670, 24,700 ലെവലുകൾ നിഫ്റ്റിയിൽ ഒരു നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വലിയൊരു ഇടിവ് വരുന്നില്ലെങ്കിൽ. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 25,000 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാർക്കറ്റ് അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡെയിലി ചാർട്ട്സ് നോക്കുമ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആയിരിക്കുന്നത് കാണാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡിസിഷൻ ആണ്. അതായത് ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇടയ്ക്ക് ബൈ ചെയ്യണോ അല്ലെ സെല്ല് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിലവിൽ നിഫ്റ്റിയിലെ പാർട്ടിസിപ്പൻസ് നിൽക്കുന്നത്. നിഫ്റ്റിയുടെ പുതിയ മന്ത്ലിയും വീക്കിലി കോൺട്രാക്ട്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നുകൊണ്ട് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഫോം ആവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും നിലവിലെ ഡേറ്റകൾ പ്രകാരം കോൾ സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിഫ്റ്റിയിൽ കാണുവാൻ സാധിക്കുന്നത്. തത്സമയം പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഡോജി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യം പോലെ തന്നെ ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇടയ്ക്ക് ബൈ ചെയ്യണോ അല്ലെ സെല്ല് ചെയ്യണോ എന്ന കാര്യത്തിന് ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സ്റ്റേജ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും നിലവിലെ ഡേറ്റകൾ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുഭാഗങ്ങളിലേക്കും കാണുവാൻ സാധിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ എലോൺ മാസ്ക് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയുണ്ടായി. ഡോ ജോൺസ്, S&P 500ഉം നാസ്ഡാക്കും ഇന്നലെ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് FTSE, CSE, DAX മൂന്നും ഇന്നലെ നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് നമുക്ക് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്.
ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ന് എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സും നെഗറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഗോൾഡും നിലവിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നെഗറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. വാരി എനർജീസ് കമ്പനിയുടെ ഒരു സബ്സിഡിയറി കമ്പനിക്ക് ഒരു വലിയ ഓർഡർ, അതായത് $176 മില്യന്റെ ഓർഡർ ലഭിക്കുകയുണ്ടായി. തൽഫലമായി തന്നെ ഇന്നലെ സ്റ്റോക്കിൽ ഒരു 7% റാലി നമുക്ക് കാണുവാൻ സാധിച്ചു. സൂസ്ലോൺ എനർജി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 365% ഉയർന്നുകൊണ്ട് 1182 കോടി രൂപ രേഖപ്പെടുത്തി. സമവർദ്ധന മദർസൺ നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്നുകൊണ്ട് 1050 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. കമ്പനി ബോണസ് ഇഷ്യൂ 1:2 എന്ന റേഷ്യോയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് 35 പൈസ പെർ ഷെയറും ഡിക്ലെയർ ചെയ്തു. ഓല ഇലക്ട്രിക് കമ്പനിയുടെ നെറ്റ് ലോസ് 870 കോടി രൂപയിലേക്ക് ഉയർന്നു. റവന്യൂ 62% ഇടിവ് രേഖപ്പെടുത്തി. ടെക്സ്മാക്കോ റെയിൽ 140 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ റെയിൽവേ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിച്ചു. കുമ്മിൻസ് ഇന്ത്യ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 7% ഇടിവ് രേഖപ്പെടുത്തി. 561.52 കോടി രൂപയിൽ നിന്നും 521 കോടി രൂപയിലേക്കാണ് ഇടിഞ്ഞത്. 33 രൂപ 50 പൈസ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചു. നൗമ വെൽത്ത് മാനേജ്മെന്റ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 65% ഉയർച്ച രേഖപ്പെടുത്തി. കമ്പനിയുടെ റവന്യൂ 41% ഉയർച്ചയും രേഖപ്പെടുത്തി. 69 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും പ്രഖ്യാപിച്ചു. ബജാജ് ഓട്ടോ കമ്പനി 40,000 ഇ റിക്ഷയുടെ സെയിൽസിലേക്ക് കണ്ണുവയ്ക്കുന്നുണ്ട്. ഇന്നലെ Q4 റിസൾട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റ് 6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2049 കോടി രൂപ രേഖപ്പെടുത്തി. 210 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും പ്രഖ്യാപിച്ചു. സെയിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 11.1% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 1251 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂ 4.9% ഉയർച്ച രേഖപ്പെടുത്തി. ഇൻസെക്ടിസൈഡ് ഇന്ത്യ കമ്പനിയുടെ ലാഭം 84.7% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 13.9 കോടി രൂപ രേഖപ്പെടുത്തി. റവന്യൂ 31.7% ഉയർച്ചയും രേഖപ്പെടുത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊള്ളുന്നു.